കോഴിക്കോട് തൂണേരിയിൽ RMP പ്രവർത്തകന്റെ വീട്ടിലെ കിണറ്റിൽ മനുഷ്യവിസർജ്യം തള്ളിയതായി പരാതി. ഞായറാഴ്ച രാവിലെയാണ് സംഭവം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മനോജനും സമീപത്തെ 2 കുടുംബങ്ങളും കുടിവെള്ളത്തിന് ആശ്രയിക്കുന്നത് ഈ കിണറാണ്. ആകാശ് തടത്തിൽ തന്നെയാണ് വിവരങ്ങളുമായി ചേർന്നത്. ആകാശ്, ഒരു മനുഷ്യന്റെ കുടിവെള്ളം മുട്ടിക്കാൻ വേണ്ടി കിണറ്റിൽ മനുഷ്യവിസർജ്യം തള്ളുന്നതൊക്കെ ഇത്രയും തരംതാണ ഒരു പ്രവൃത്തി. ഇതിന് പിന്നിൽ ആരാണെന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മനോജ് UDF വേണ്ടി സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് RMP പ്രവർത്തകനാണ്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് രാവിലെ ഏകദേശം 11 മണിയോട് കൂടിയാണ് ഇയാളുടെ കിണറ്റിൽ ഇത്തരത്തിൽ വിസർജ്യം തള്ളിയതായിട്ട് കാണുന്നത്. പിന്നാലെ തന്നെ ഇയാൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആരാണെന്നുള്ള ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല. ഏതായാലും CPM ആണെന്നുള്ള ഒരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. കൂടാതെ തന്നെ ഈ UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വേണ്ടി പ്രവർത്തിച്ചതായതുകൊണ്ട് തന്നെ CPM പ്രവർത്തകരിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കൂടാതെ തന്നെ ഇതിൽ ആരാണ്, അജ്ഞാതനായിട്ടുള്ള ഒരാളാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് 2 വീട്ടുകാർ, അയൽ വീട്ടിൽ ഉൾപ്പെടെ 2 വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണറാണ്. അതിലാണ് ഇത്തരത്തിലുള്ള ഒരു വിസർജ്യം തള്ളി ഒരു കുടിവെള്ളം പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ആരോപണം ഉന്നയിക്കുന്നത് CPM നേരെയാണ്. RMP പ്രവർത്തകനാണ്. UDF ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മൊത്തം സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു വിസർജ്യം തള്ളിയതായിട്ടുള്ള ഒരു പരാതി വരുന്നത്. ഇത് ആരാണ് എന്താന്നുള്ള കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മാതാപുരം പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ച ഒരാളാണ് ഈ മനോജ്. അതിനാൽ തന്നെ ഇയാളോട് വലിയ രീതിയിൽ തന്നെ ഭീഷണി CPM ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുകയും കൂടാതെ അന്വേഷണം ഊർജിതമാക്കുകയാണ് നാദാപുരം പോലീസ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളും കൂടാതെ തന്നെ അയാൾക്ക് ഉന്നയിച്ച CPM പ്രവർത്തകരെ ഇത്തരം വലിയ രീതിയിലുള്ള ഭീഷണിയും ഉയർത്തിയിരുന്നതായാണ് ഈ പരാതിക്കാരനായ മനോജ് പറയുന്നത്. അതിന്റെ വൈരാഗ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് ഇവരെ നയിച്ചത് എന്നുകൂടി പറയുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നാദാപുരം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. കൂടാതെ തന്നെ സമീപത്തുൾപ്പെടെയുള്ള CCTVകളും കൂടാതെ അയൽവാസികളുടെ മൊഴികളും ഉൾപ്പെടെ രേഖപ്പെടുത്തിയായിരിക്കും അന്വേഷണം പുരോഗമിക്കുക. ആരാണ് എന്താണെന്നുള്ള ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല. CPM പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള ഹീനകൃത്യം ചെയ്തതെന്നാണ് ഈ UDF കോഴിക്കോട് നിന്ന് ആകാശ് തടത്തിലാണ് വിശദവിവരങ്ങൾ നൽകിയത്.